ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷരാസ് ടാരോട്ട് അവേക്കനിങ്. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നോക്കുന്നത് നിങ്ങൾക്കൊരു ഗൈഡൻസ് റീഡിംഗ് ആണ്. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസിഷനിൽ എത്തിക്കൊണ്ട് അതുമായി ഫോർവേഡ് ചെയ്യുന്ന പേഴ്സൺസിനുള്ള റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്കതിലൊരു ക്ലാരിറ്റി കിട്ടും, നിങ്ങളെവിടെയാണ് അല്ലെങ്കിൽ ആ തീരുമാനങ്ങൾ ശരിയാണോ എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻസും നിങ്ങളുടെ പ്രോബ്ലംസുമായിട്ട് ഈ ഒരു ഗൈഡൻസ് റിലേറ്റ് ആകുന്നുണ്ടോ, നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്റ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായി സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇവിടെ റീഡിങ്ങിൽ ലഭിച്ചിരിക്കുന്ന കാർഡ്സ്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റ് നിങ്ങൾ ഏത് തീരുമാനമായിട്ടും ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരു ഡിവൈൻ പ്രസൻസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഒരു ഡിസിഷനിലൊക്കെ എത്തിയ വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനം തന്നെയായിരിക്കണം ആ വ്യക്തികൾ എടുത്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ കുറച്ചും കൂടി ഗ്രൂം ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസിഷൻ ആയിരിക്കണം അവരെടുത്ത് കാണുക. അതല്ലെങ്കിൽ ഇപ്പോൾ ഡിസിഷൻ എടുത്തിട്ടില്ല, പക്ഷെ പ്ലാനിങ് ഉണ്ട് മനസ്സിൽ, അല്ലെങ്കിൽ ഒരു ഡിസിഷനിൽ ഒരു 90% ഒക്കെ എത്തി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ കൂടി അവർക്കൊരു ഡിവൈൻ പ്രസൻസ് ഇപ്പോൾ അവരുടെ ഒരു സർക്കിളിലുണ്ട്, അല്ലെങ്കിൽ അവരെ സറൗണ്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അകത്തുള്ള ഒരു ഇൻഡ്യൂഷനെ ഫോളോ ചെയ്യുക. ഇൻഡ്യൂഷൻ ആൻഡ് ട്രസ്റ്റ് ഇവിടെ 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഒന്ന് ലൈറ്റ് എന്ന് പറയുന്നതും ഒന്നൊരു ട്രസ്റ്റ് എന്ന് പറയുന്നതിലും. അപ്പോൾ നമ്മൾക്ക് എന്താണ് യൂണിവേഴ്സ് ഗൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ആ ഒരു കാര്യത്തെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയായിരിക്കാം നിങ്ങളുടെ പല സാഹചര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാകാം. അപ്പോൾ എന്തായാലും ആ ഒരു ഇതിനെ കുറച്ചും കൂടി നിങ്ങളിപ്പോൾ ട്രസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഗുഡ് ഓർ ബാഡ്, നിങ്ങളിപ്പോൾ അത് ഒരു ഇൻഡ്യൂഷന് വിട്ടുകൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അവബോധം ഉപയോഗിച്ച് അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടും, അല്ലെങ്കിൽ അതെന്തെങ്കിലും ഒരു കാരണം കൊണ്ടാണ് എൻ്റെ ലൈഫ് വന്നത് എന്ന് നിങ്ങളിപ്പോൾ വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ആരെങ്കിലും എത്തിക്കണമെങ്കിൽ അത് പിന്നീടാവാം, അല്ലെങ്കിൽ അത് വേണ്ട എന്നൊരു തീരുമാനം എടുക്കാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി അത് അതർവൈസ് എടുക്കാൻ സാധ്യത ഉണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു ഡെപ്തിൽ എടുക്കാനും സാധ്യത ഉണ്ടാവും. പക്ഷേ എന്ത് പറയാനുണ്ടെങ്കിലും അത് പറഞ്ഞ് തീർന്ന് ഒരു റിലേഷൻ ആണെങ്കിൽ കൂടി പറഞ്ഞ് തീർക്കേണ്ടതാണെങ്കിൽ അത് തീർത്ത് പോകേണ്ട റിലേഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള റിലേഷൻ ആണെങ്കിൽ അതിൻ്റെ ഒരു സത്യാവസ്ഥ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഫീലിങ്സോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചിരിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്ത് സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ വന്നാലും അതിപ്പോൾ നിങ്ങളുടെ എന്താ പറയുക, ഗുഡായിരിക്കാം, ബാഡായിരിക്കാം, നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ നമ്മളൊക്കെ തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന പല വ്യക്തികൾ ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പോലും ഒരിക്കലും ധൈര്യം കൈവിടാതിരിക്കുക. നമ്മുടെ ഓരോ ലൈഫ് സിറ്റുവേഷൻസ് വരുന്നത് നമ്മളെ തളർത്താനല്ല, നമ്മളെ കുറച്ചും കൂടി ശക്തനാക്കാനാണ് എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ മനസ്സിലെടുക്കുക. അതുപോലെ എന്ത് സാഹചര്യമായാലും അതിനെ ധൈര്യപൂർവ്വം തന്നെ നിങ്ങൾ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓരോ മൂമെൻറ്റും നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇവിടെ. കാരണം ഒരു എൻജോയ്മെൻറ്റിനൊരു സ്പെസിഫിക് ടൈമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തൊരു ചെറിയ കാര്യമായാലും നിങ്ങൾക്കൊരു ജോയ്ഫുൾ ആയിട്ടുള്ളൊരു മൂമെൻ്റ് ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ മാക്സിമം നിങ്ങൾ ഇൻവോൾവ് ചെയ്തുകൊണ്ട് തന്നെ എൻജോയ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും അതിനൊരു അവസാനം തീർച്ചയായിട്ടും ഉണ്ടാകും.
നിങ്ങളൊരു റീബർത്ത് എടുത്ത് ഒരു ഫീനിക്സ് പക്ഷി ഉയർന്നു വരുന്ന പോലെ തന്നെ നിങ്ങൾ തിരിച്ചു വരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇതിനർത്ഥം ഒരുപാട് തകർച്ചയിൽ, ഇനി ജീവിതം തന്നെ മടുത്ത സ്ഥിതിയിൽ നിൽക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു സമയം നിങ്ങളുടെ കടന്നു പോകുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു റീബർത്ത് എടുത്തുകൊണ്ട് ഒരു പുനർജന്മം എടുത്ത നിങ്ങളുടെ ഒരു 2 ഫേസ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ലൈഫിനെ തോന്നും. നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കഴിഞ്ഞു പോയൊരു ലൈഫിൽ, അല്ലെങ്കിൽ ആ ഒരു സംഘർഷം നിറഞ്ഞ ആ സമയത്ത് ലൈഫ് പോലും വേണ്ട എന്ന് വിചാരിച്ച ആ സമയം നിങ്ങൾ ആലോചിക്കുന്ന ഒരു ടൈം വരും. നിങ്ങൾ എന്തായാലും റീബർത്ത് എടുത്ത് വരുമെന്നാണ് ഇവിടെ കാണുന്നത്. മാത്രമല്ല നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉടനെ തന്നെ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് വറീസ്, ആങ്സൈറ്റി, ഫിയർ പല സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ധൈര്യം കൈവിടാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ അവബോധം മറ്റുള്ളവരുടെ ഡിസിഷൻസ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഡ്വൈസുമായിട്ട് മുന്നിലേക്ക് നീങ്ങുന്നതിനേക്കാൾ മുൻപായിട്ട് നമ്മുടെ ഉള്ളിൽ എന്താണ് പറയുന്നത് ആ ഒരു വോയിസിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വെളിച്ചം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ എന്തായാലും ഒരു റീബർത്ത് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലൂടെ തീർച്ചയായിട്ടും തിരിച്ചു വരുന്നതാണ്. ഒരു പോസിറ്റീവ് പേഴ്സണായി തന്നെ നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ. നാളെ ഒരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.